ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വൈകുന്നേരം ഭർത്താവിന് ഒരു ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ? അത് നമുക്ക് ലവ് ലെറ്ററിൽ തുടങ്ങാം. അപ്പം നമുക്ക് ലവ് ലെറ്റർ ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം തന്നെ ലവ് ലെറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ മൈദ, മുട്ട ആവശ്യമാണ്. ഈ മൈദയും മുട്ടയും അടിച്ചെടുക്കണം, മിക്സിയിലൊന്ന് കറക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ദേ ഈ സാധനങ്ങളൊക്കെ വേണം. കണ്ടാ, ലവ് ലെറ്ററിന്റെ ഉള്ളിൽ വെക്കണ എന്താ? നിങ്ങൾ പഞ്ചസാരയും തേങ്ങയും ഒക്കെ അല്ലേ, തേങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ വെക്കണേ. ഞാൻ എന്താ ചെയ്യണേന്നറിയാവോ? ക്യാരറ്റ്, തക്കാളി, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. പഞ്ചസാരയൊന്നും വേണ്ട. ഒന്നാമത്തെ വണ്ണം കൂടുതലാണ്, ഷുഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ലവ് ലെറ്റർ തയ്യാറാക്കിയാലോ? എന്നാ വേഗം വരണേ, നമുക്ക് വേഗം ചെയ്യാം. വൈകുന്നേരം ആയില്ലേ, 4 മണിയൊക്കെ കഴിഞ്ഞു. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെത്തും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ലവ് ലെറ്റർ റെഡിയാക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ലവ് ലെറ്റർ റെഡിയാക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എൻ്റെ വെള്ളം ഒന്ന് പറ്റി കളയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോ നമുക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നമ്മുടെ മല്ലിയില എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നിച്ചിട്ടങ്ങ് വഴറ്റിയിട്ട് വരാം. ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഒന്നിച്ചങ്ങിട്ട് വഴറ്റാം. അപ്പൊ ഒന്ന് വഴന്നു വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി മതി, ഇച്ചിരി ഉപ്പ് മതി കേട്ടോ. ഒത്തിരി ഉപ്പൊന്നും ഇടരുത്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴന്നു വരട്ടെ. ഇനി നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴന്നു വരട്ടെ. ഇത് വഴന്നു വരുമ്പോ നമുക്ക് ഒരു മുട്ട അടിച്ചു കൊടുക്കണം. വഴന്നു വരട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ അങ്കമാലിക്കാര് പറയണത് എന്താണെന്നറിയോ? ഇതിന്റെ ലവ് ലെറ്റർ എന്നാണ് പറയണത്. നിങ്ങൾ എന്താ പറയണേന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഏലാഞ്ചിന്നോ മറ്റേ എന്തൊക്കെയോ പറയും. ഏലാഞ്ചി ഉണ്ടാക്കണേ മൈദയും മുട്ടയും വെച്ചിട്ടാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉള്ളിൽ എന്തോ തേങ്ങയും പഴവും ഒക്കെ ചേർത്താണ് നിങ്ങൾ ഉണ്ടാക്കണത്. പക്ഷെ ഞാനൊന്ന് വ്യത്യസ്തമാക്കിയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യണ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് വെച്ച് തരും. പക്ഷേ ഞാനൊന്ന് വ്യത്യസ്തമാക്കിയെന്ന ഷുഗറുകാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇത് കഴിക്കുമ്പോൾ മധുരമൊന്നും പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഷുഗറാണ്, എൻ്റെ ഹസ്ബൻഡിനും ഷുഗറാണ്, എല്ലാവർക്കും ഷുഗറാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം നമുക്കൊരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴന്നു വരട്ടെ, തീ ഓഫ് ചെയ്യാം. ഇത് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒന്നും വേവിച്ച് ഇതാക്കണ്ട, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അപ്പം ഇത് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മറ്റേ പണി ചെയ്താലോ. നമ്മുടെ മുട്ടയും മൈദയും കൂടി അടിച്ചെടുക്കാം മിക്സിയിൽ. ഓക്കെ, അപ്പം അത് ചെയ്തിട്ട് വരാം. ഇതോടെ കിടന്ന് ഒന്ന് വഴന്നു വരട്ടെ. അപ്പത്തേക്ക് നമുക്ക് നമ്മുടെ മുട്ടയും മൈദ അടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. കുറേ ഉപ്പൊന്നും വേണ്ട, ഒരു ഇത്തിരി ഉപ്പ്. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ, ഒന്ന് അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. എന്നിട്ട് നമുക്ക് ദോശ ചുടാം. അപ്പം ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ടത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെടുക്കണം, എന്നാലേ നമുക്ക് ചുടാൻ പറ്റുള്ളൂ. ഇത്രയും ലൂസിൽ നമുക്കന്ന് പരത്തണമെങ്കിയൊക്കെ ഇത്ര ലൂസിലെടുക്കണം. അപ്പോൾ നമുക്ക് ചുട്ടു വയ്ക്കാലോ. അപ്പോൾ ഞാൻ ഫാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമുക്കത് കോരി ഒഴിച്ച് ചൂടാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശമാവ് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, ആ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ചെറുതായിട്ടോ വലുതായിട്ടോ ഏത് ടൈപ്പിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദോശമാവ് ദേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നിങ്ങൾ ചുട്ടെടുക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചുട്ടെടുക്കട്ടെ കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം നിങ്ങൾ. കണ്ട, അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വേവിച്ച് വെച്ച ഗ്രേവി ഉണ്ടല്ലോ, കണ്ട, നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി വേവിച്ച് വെച്ച ഗ്രേവി എടുത്ത് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. കണ്ട, ഇനി നമുക്കത് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കണമെങ്കിൽ മടക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മടക്കി കൊടുക്കണമെങ്കിൽ മടക്കി കൊടുക്കാം. കണ്ട, ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് മടക്കാം. എന്നിട്ട് നമുക്ക് ഇതേ കണ്ട ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോന്ന് എടുത്ത് മടക്കി വെക്കണം. അങ്ങനെ നമ്മുടെ ലവ് ലെറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താക്കന്മാർക്ക് കൊടുക്കാം. എല്ലാവരും ഇത് കഴിച്ചു നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇതിൽ ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കാണെങ്കിൽ മധുരം നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. തേങ്ങ അതിൽ ക്യാരറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കുറച്ച് തേങ്ങയോ ശർക്കരയോ ഒക്കെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ഇറച്ചിയോ അങ്ങനെയൊക്കെ ഇട്ടാലും പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിത് ഷുഗറൊന്നും വരരുത്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് കരുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലവ് ലെറ്റർ കഴിച്ചിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയൂ, ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം കേട്ടോ.